ഹലോ, ഇന്ന് തേങ്ങാക്കൊത്തിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ? ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇന്നത്തെ ചിക്കൻ കറി. എളുപ്പത്തിലുണ്ടാക്കാം. അതിനായി നല്ല ചിക്കൻ 1 കിലോ വാങ്ങി കഴുകി വെച്ച് ഉള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത്രയാണ് വേണ്ട ഐറ്റങ്ങൾ. പിന്നെ ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നല്ല വെളിച്ചെണ്ണ, വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ട്, തേങ്ങ ആട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ, പിന്നെ അതിലേക്കുള്ള തേങ്ങ ചെറുതായിട്ട് മുറുക്കി വെച്ചിരിക്കുന്നു. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വലിയ ഉള്ളി, ഒരു വലുത് 2 ആണ് എടുത്തത്. 2 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് എടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അതിൽ തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഏകദേശം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് തക്കാളി ഇട്ട് കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ആ മസാലയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയിലേക്കൊക്കെ മസാലയൊക്കെ നല്ല പിടിച്ചിട്ട് ഇനി നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഒന്ന് മിക്സാക്കി അതിൻ്റെ കൂടെ തേങ്ങാപ്പൂളും കൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ചിക്കൻ വേകാൻ വേണ്ട വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി വാടാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിന് ചിക്കനിലേക്കും കറിയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. അപ്പോൾ ഏകദേശം ഒന്ന് വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ കൂടെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ഒന്ന് വറുത്ത് ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി. അതിനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയും കൂട്ടി ഒന്ന് വറുക്കാം. ചെറുള്ളി നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച ചിക്കനിലേക്ക്
ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങ കൊത്തിട്ട ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കും അങ്ങനെ എല്ലാത്തിലേക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചോറിലേക്ക് ഞങ്ങളൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ബീട്രൂട്ട്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ കൂട്ടി മിക്സിയിലിട്ടടിച്ചതാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.